മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞ് 2 വർഷമാകാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ ദുരിതബാധിതരിൽ പകുതി പേരും ഇപ്പോഴും കഴിയുന്നത് വാടക വീടുകളിലാണ്. ഫേസ് 1-ൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇതുവരെ വീടുകൾ കൈമാറിയത്. ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന് ദുരിതബാധിതർ പറയുന്നു. ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ ഫേസ് 1-ലെ 178 കുടുംബങ്ങൾക്കാണ് താമസം മാറാനായത്. 2 വർഷം തികയാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ ബാക്കിയുള്ള കുടുംബങ്ങളെല്ലാം ദുരിതത്തിലാണ് കഴിയുന്നത്. ഓരോ വർഷവും പലയിടങ്ങളിലും വാടക വർദ്ധിപ്പിക്കുന്നതായും ദുരന്തബാധിതർ പറയുന്നു. കളക്ടർ നമ്മളോട് പറഞ്ഞ് 2 മാസമാണ് നമ്മളത്തെ സമയം പറഞ്ഞത്. ഇതൊന്ന് സ്പീഡാക്കണം. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച അഗ്രിമെൻ്റ് എഴുതി. എൻ്റെ വീടിന് 1000 രൂപ കൂട്ടിയിട്ട് 1 വർഷം കഴിയുമ്പോൾ 1000 രൂപ അവർ കൂട്ടും. പിറ്റത്തെ വർഷം കഴിയുമ്പോൾ 1000 രൂപ. 2 വർഷമായി. ഇപ്പോൾ രണ്ടാമത്തെ വർഷം 1000 രൂപ കൂട്ടി, 2 രൂപ കൂട്ടി. നിലവിൽ വാടക ഇനത്തിൽ 6000 രൂപയാണ് സർക്കാർ നൽകുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ തുകയാണ് ദുരിതബാധിതർക്ക് വാടക ഇനത്തിൽ നൽകേണ്ടി വരുന്നത്. ഫേസ് 2-ലെ എയിലും ബിയിലും പെട്ട 180 കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ടൗൺഷിപ്പിൽ പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 2000-ലധികം തൊഴിലാളികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞിട്ടുമുണ്ട്. എത്രയും വേഗം വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ദുരന്തബാധിതർക്ക് കൈമാറണമെന്നാണ് ആവശ്യം ഉയരുന്നത്. മറ്റൊരു മഴക്കാലം കൂടി വന്നെത്തുകയാണ്. മുണ്ടക്കൈ ദുരന്തബാധിതരിൽ പകുതി പേരും ഇപ്പോഴും കഴിയുന്നത് വാടക വീടുകളിൽ തന്നെ. സ്വന്തമായ വീടെന്ന സ്വപ്നം ഫേസ് 2-ൽപ്പെട്ട ആളുകൾക്ക് എന്ന് യാഥാർത്ഥ്യമാകുമെന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. വയനാട്ടിൽ നിന്നും ഫൈസ് നെടുമ്പാല, മീഡിയ 1.